നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മേഖലയിൽ വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. നിരന്തര പരാതികളുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രമേശിനെ അടിയന്തരമായി സ്ഥലം മാറ്റി. തൃശൂർ റൂറൽ എസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച നീതി മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ചിറക്കൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടിക MLA CC മുകുന്ദൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, VI ജോൺസൺ, പ്രിയൻ പെരിഞ്ചേരി, ജോയ്സൺ, കുട്ടികൃഷ്ണൻ, പ്രേം ഭാസി, സുരാജ് ചേർപ്പ്, ഐച്ചിയിൽ രാധാകൃഷ്ണൻ, CN സജീവൻ, KR സന്തോഷ്, സിദ്ധാർത്ഥൻ, അബൂബക്കർ, മിനി ജോസ്, TK രാജു, KK രാമൻ, KR പിയൂസ്, വിൽസൺ ചേർപ്പ്, KC സണ്ണി എന്നിവർ നേതൃത്വം നൽകി. നിരന്തര പരാതികളുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രമേശിനെ അടിയന്തരമായി സ്ഥലം മാറ്റി. തൃശൂർ റൂറൽ എസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ചേർപ്പ് ഇൻസ്പെക്ടർ രമേശിനെതിരെ CC മുകുന്ദൻ MLA വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിനിടെ ചേർപ്പ് സ്റ്റേഷനിൽ നിന്നും അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻസ്പെക്ടർ രമേശിനെ മാറ്റിയതായി തൃശൂർ റൂറൽ ഓഫീസിൽ നിന്നും ഉത്തരവിറങ്ങി. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പമുള്ള ജനറൽ സ്ഥലം മാറ്റത്തിനോടൊപ്പമാണ് മാറ്റിയിട്ടുള്ളത്. ജൂൺ 14-ന് MLAയുടെ മുൻ പേഴ്സണൽ സെക്രട്ടറി അസ്ഹർ മജീദിന്റെ മൊബൈൽ ഫോൺ അനുവാദമില്ലാതെ പിടിച്ചുവെക്കുകയും ഈ വിഷയത്തിൽ തൃശൂർ റൂറൽ SPക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിവൈരാഗ്യത്താൽ CI രമേശ് ഗുരുതര വകുപ്പുകൾ ചേർത്ത് അസ്ഹറിനെതിരെ വ്യാജ കേസ് ചുമത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിൽ അന്വേഷണം നടത്തി തൃശൂർ റൂറൽ SP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് സമർപ്പിച്ചു. 2/7/2025 ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായ വഴക്കിനെ തുടർന്ന് പരാതി നൽകാനെത്തിയ യൂണിയൻ തൊഴിലാളിയായ ദളിത് യുവാവ് സുരേഷിനെ ഇൻസ്പെക്ടർ രമേശ് മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും തൃശൂർ റൂറൽ SPക്കും സുരേഷ് പരാതിയും നൽകി. അഡീഷണൽ സൂപ്രണ്ട് ഓഫീസിൽ നിന്നും മൊഴിയെടുക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. CPM പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധങ്ങളും നടത്തി. ഈ പ്രശ്നങ്ങളുടെയെല്ലാം റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നതോടെ ഇൻസ്പെക്ടർ രമേശിനെതിരെ കൂടുതൽ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച നീതി മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല പ്രസ്ഥാനം പറഞ്ഞാൽ കേവലം ബാങ്കിങ് ബിസിനസ് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഉത്പാദന മേഖലയിലും വളർച്ചയിലും വികസന പാതയിലും വൈവിധ്യമേറിയ പരിപാടികൾ നടത്താൻ കഴിയുന്ന സ്ഥാപനമാണ്. അനന്തമായ സാധ്യതകളുണ്ട് ഈ ബാങ്കുകളിൽ. ഞങ്ങളൊന്നും ചെയ്യില്ല, ഇങ്ങനെ കിട്ടിയത് പിടിച്ചിരിക്കുള്ളൂ എന്നൊന്നും നോക്കുന്നില്ല. ഈ ബാങ്ക് ഭരണസമിതിയെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പരിമിതിയാണ്. സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ ജോലിവൽക്കരിക്കാനുമില്ല. അന്യമായ രൂപത്തിൽ സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി നൽകാവുന്ന ധാരാളം സാധ്യതകൾ ആരായാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോൾ ദൗർഭാഗ്യവശാൽ എന്ന സൗകര്യത്തില്ല. ഇങ്ങനെയാണെങ്കിൽ കിട്ടിയ സൗകര്യം ഉപയോഗപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഭരണസമിതി സ്ഥിതി ചെയ്യുന്നത്. നല്ല സഹകരണമാണ് ജനങ്ങളിൽ ലഭിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ നല്ല സഹകാരികളാണ്. കൈയും മെയ്യും പറഞ്ഞുകൊണ്ട് ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്.
നമ്മുടെ ചെറുതും വലുതുമായ നിക്ഷേപങ്ങളോട് കൊണ്ടുവരുന്നത്. ഇവിടെ നേരത്തെ ശ്രീ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ നല്ല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുണ്ട്. ഇത് കുറേ കൂടി വിപുലപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത അധ്യക്ഷത വഹിച്ചു. ബിൽഡിംഗിൽ അടിയിലത്തെ നിലയിൽ നീതി സ്റ്റോറും അതുപോലെ തന്നെ മാവേലി സ്റ്റോറും അതിൻ്റെ ഏറ്റവും അടിയിൽ ബാക്കിലായിട്ട് വളം ഡെപ്പയുമായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നു. മുകളിലത്തെ നിലയിലായിരുന്നു നമ്മുടെ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ആ നീതി സ്റ്റോർ 16 വർഷം പിന്നിടുകയാണ്. അമ്മാടം സ്വദേശ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലുള്ള നീതി സ്റ്റോർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടന്നൂർ ബ്രാഞ്ചിലെ നീതി സ്റ്റോർ ഇന്ന് 10 വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ നീതി സ്റ്റോർ പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ അത് താഴേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ മരുന്ന് വാങ്ങാൻ വരുന്ന പ്രായമേറിയവർ തന്നെയല്ല, മരുന്ന് വാങ്ങാൻ വരുന്ന 90% പേരും അങ്ങോട്ട് ഇറങ്ങി മരുന്ന് വാങ്ങി ഇങ്ങോട്ട് കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് അന്ന് മുതലേ പറഞ്ഞു തുടങ്ങിയതാണ്. എന്തായാലും ഇന്ന് നമ്മൾ അത് കുറേയും കൂടി വിപുലമായ സൗകര്യത്തോടു കൂടി നമ്മുടെ മുകളിലത്തെ നിലയിലേക്ക് നമ്മുടെ സഹകാരികളുടെ അഭ്യർത്ഥന മാനിച്ച് അത് ഇന്ന് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ മാവേലി സ്റ്റോർ ഇപ്പോഴും നമ്മുടെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഒരു സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതാണ്. അതിനുള്ള തുടക്കം അല്ലെങ്കിൽ അതിനുള്ള ചുവടുവയ്പ്പെല്ലാം മിക്ക സഹകരണ ബാങ്കുകളും ആരംഭിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. നീതി സ്റ്റോർ, അതുപോലെ തന്നെ ഇവിടെ ആംബുലൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീസർ സർവീസ് എല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഈ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അമ്മാടം പാറളം പഞ്ചായത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ എത്തിച്ചേർന്ന ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനും വരുന്ന വണ്ടി പാർക്ക് ചെയ്ത് മരുന്ന് വാങ്ങി തിരിച്ചു പോകാനും സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ മുഖ്യ അതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. സെക്രട്ടറി MK വിലാസ്, പാറളം ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിനു മുകേഷ്, ഭരണസമിതി അംഗങ്ങളായ VV സാജൻ, ഭോജൻ കാരണത്ത്, CV സുധീരൻ, ER ജിഷ്രാജ്, CM ഷക്കീർ, വനജ രാജൻ, ഡെന്ന ഡേവിസ്, സുസ്മി സലീഷ്, KS ശ്രീജിത്ത്, EA ഷാബിർ എന്നിവർ സംസാരിച്ചു. ചിറക്കൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടിക MLA CC മുകുന്ദൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ പാലത്തിന്മേലുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും തീർത്തു നൽകിയില്ലെങ്കിൽ കോൺട്രാക്ടർക്കും എഞ്ചിനീയർമാർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. യോഗത്തിൽ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ചിറക്കൽ ഡിവിഷൻ അംഗം PS നജീബ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു NG, അസിസ്റ്റന്റ് എഞ്ചിനീയർ VN ദീപ, ഓവർസിയർ സുരഭി ഗോപിനാഥൻ, കോൺട്രാക്ടർ അബ്ദുൾ അസീസ് എന്നയാളുടെ പ്രതിനിധി റംഷാദ് എന്നിവർ പങ്കെടുത്തു. മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം മാറിപ്പോയതിനാൽ 10 ദിവസത്തെ കാലതാമസം പാലം നിർമ്മാണത്തിലുണ്ടായതായി കോൺട്രാക്ടർ അറിയിച്ചു. 2025 ജൂലൈ 28-ാം തീയതി മുതൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം തീർക്കുമെന്നും കോൺക്രീറ്റ് ക്യൂറിംഗ് പീരീഡ് അവസാനിക്കുന്ന ഓഗസ്റ്റ് 6-ന് ബസ് അടക്കമുള്ള വാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുമെന്നും കോൺട്രാക്ടറും എഞ്ചിനീയർമാരും ഉറപ്പു നൽകി. കൂടാതെ പാലത്തിന് ഇരുവശങ്ങളിലുമായുള്ള അപ്രോച്ച് റോഡ് മണ്ണും ക്വാറി വേസ്റ്റും ഇട്ട് ലെവലാക്കി വാഹനങ്ങൾ കടത്തിവിടാമെന്നും മഴ അവസാനിച്ചതിനു ശേഷം ഇന്റർലോക്ക് വർക്ക് ചെയ്യാമെന്നും കോൺട്രാക്ടർ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, AV ഉണ്ണികൃഷ്ണൻ, CK വിനോദ, TN ഉണ്ണികൃഷ്ണൻ, ജോർജ് ആൻഡോ, IA സിദ്ധാർത്ഥൻ, വിൽസൺ ജോയ്, KP സുബ്രൻ, സുജിത്ത്, കരീം, പ്രസാദ് കിഴക്കൂട്ട്, മജീദ് മുത്തുള്ളിയാൽ, KK അശോകൻ, CN പ്രേംബാസി, ഫൈസൽ രാധാകൃഷ്ണൻ, KR പിയൂസ്, CN വേണുഗോപാൽ, ജെയ്സൺ മാടക്കായി, അൽഫോൺസ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. INTUC പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ജില്ലാ സെക്രട്ടറി AP രാമകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. INTUC പാറളം മണ്ഡലം പ്രസിഡന്റ് MG അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. CR മണി, MC കുട്ടപ്പൻ, AD കൊച്ചപ്പൻ, KC പ്രകാശൻ, KT സെബാസ്റ്റ്യൻ, സൈമൺ നെല്ലിശ്ശേരി,
ഗിരിജൻ എന്നിവർ സംസാരിച്ചു. ഊരകം ALP സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ബാലജനസഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ കഞ്ഞിക്കിറ്റും വിത്ത് വിതരണവും നടന്നു. ബാലജനസഖ്യം തൃശൂർ യൂണിയൻ കൺവീനർ KB പ്രമോദ് ഔഷധ കഞ്ഞിക്കിറ്റും ഔഷധ വിത്തും പ്രധാന അധ്യാപിക ജിനി ടീച്ചർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികൾക്ക് ഔഷധ കഞ്ഞിയുടെയും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടത്തി. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറം സംസാരിച്ചു. അമ്മാടം ഏരിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KR ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ടോമി പെല്ലിശ്ശേരി, ആന്റണി തെക്കേക്കര, മാലതി പരമേശ്വരൻ, വർഗീസ് പെല്ലിശ്ശേരി, ജോസ് പെല്ലിശ്ശേരി, വിൽസൺ പെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അവിടിശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. കാണാൻ കഴിയാത്തതും ഒരു ഭരണാധികാരിയിൽ നിന്നും കാണാൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ്. നമ്മുടെ കൈകളിലുള്ള ഗൂഗിളിൽ നാം സെർച്ച് ചെയ്ത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി 19 മണിക്കൂർ ജനങ്ങൾക്കിടയിൽ ഒരു ദിവസം നിന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഉത്തരമില്ല. ഒരു ദിവസമല്ല, 14 ജില്ലകളിൽ അദ്ദേഹം അങ്ങനെ നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ട വിഷ്ണുനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തോഴനെ പോലെ നടന്ന ഒരു മനുഷ്യൻ കുറിച്ചു വെക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹവുമായി തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ആ തുടക്കം മുതൽ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ കൂടി രാത്രി എപ്പോഴോ എനിക്ക് ക്ഷീണം വന്നപ്പോൾ 2 ബെഞ്ചുകൾ ഇട്ട് ആ സദസ്സിൽ ഞാൻ കിടന്നുറങ്ങി. എഴുന്നേറ്റ് നോക്കുമ്പോഴും പുലർച്ചെ 5 മണിയിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നിന്ന് അതേ നിൽപ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ഈ 2ാം ചരമവാർഷിക ദിനത്തിൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി വികസന നായകൻ എന്നതിനുപരി തന്നെ കേരളത്തിൽ വികസനം കൊണ്ടുവരുന്നു, അതിനോടൊപ്പം തന്നെ പാവപ്പെട്ട ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോയ ഒരു ധീരനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP അനൂപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, NB ശ്രീജിത്ത്, NR ചന്ദ്രൻ, AB അനീഷ്, സീനിയർ നേതാക്കളായ MV നാരായണൻ, ജോയ് പയ്യപ്പിള്ളി, ഷീന ചന്ദ്രൻ, സുരേന്ദ്രൻ കൈപ്പാറ, മണ്ഡലം ഭാരവാഹികളായ VR ജിനീഷ്, ഡിവിൻ, ലോമി, ബെന്നി, രശ്മി ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പ് 17ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘാടൻ ജില്ലാ വൈസ് ചെയർമാൻ CK വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് സലിം VA അധ്യക്ഷനായിരുന്നു. PH ഉമ്മർ, CM കരീം, ബാലു കനൽ, സുജിത് തേറമ്പത്ത്, PS ഫൈസൽ, നാരായണൻകുട്ടി, അബീർ, മുഷ്റഫ്, നൌഷാദ്, ഷെഫീഖ് കൊട്ടാരത്തിൽ, ഷമീർ, അബ്ദുറഹ്മാൻ, അസീസ്, തിലകൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് 12, 13 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ ചെറിയ പാലം പരിസരത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ KR സിദ്ധാർത്ഥൻ, MM അബൂബക്കർ, PV ജോൺസൺ, VK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഉമ്മർ VK, ലത്തീഫ് VK, ജോണി CO, ഷാജൻ NS, യൂസഫ് PH, ഷാഹുൽ ഹമീദ് VK, സുനിൽ AV തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി സാറിനോടുള്ള തന്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ താൻ രചിച്ച കവിതകളിലൂടെ കഴിഞ്ഞുപോയ ആ നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണെന്ന് പാറക്കോവിലുള്ള പ്രദീപ് പറയുന്നു. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരുപാട് ഓർമ്മകൾ തനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിനു മുൻപേ ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ സന്ദർശനം നടത്തിയപ്പോൾ തനിക്ക് നൽകിയ ഓണപ്പുടവ ഇന്നും പൊടിപറ്റാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹത്തിലും ആദരവിലും എല്ലാ മാസവും മുടങ്ങാതെ അദ്ദേഹത്തെ കാണാൻ വസതിയിൽ പോകുമായിരുന്നു. അസുഖം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും ചികിത്സയ്ക്കായി വിദേശത്ത് പോകുമ്പോഴും താൻ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നുവെന്നും പ്രദീപ് പറഞ്ഞു. സാധാരണക്കാരുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. അദ്ദേഹത്തിന് മരണമില്ല എന്ന് പറയുമ്പോൾ തന്റെ കണ്ണുകൾ നിറയുന്നു.
താൻ രചിച്ച കൂട്ടത്തിൽ ഒരാൾ എന്ന കവിത അദ്ദേഹത്തിന്റെ കല്ലറയുടെ മുൻപിൽ ആലപിക്കണമെന്നാണ് പ്രദീപിന്റെ ആഗ്രഹം. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷിക ദിനമാണിന്ന്. ഞാൻ കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലുള്ള നമ്മുടെ നിന്ന് പോയ ആ ശവകുടീരത്തിൽ പോയി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനം എൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എഴുതിയ കവിത കൂട്ടത്തിൽ ഒരാൾ എന്ന കവിത ഞാനിവിടെ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. കേരളമേ കരഞ്ഞ വികാരമേ, കേരളമേ കരഞ്ഞ വികാരമേ, വിട പറഞ്ഞു പോകുമെൻ സ്നേഹനായക, വിട പറഞ്ഞു പോകുമെൻ സ്നേഹനായക, കരയുന്ന പകലിനൊപ്പം ആയിരമായിരം. മനക്കുടി വിളക്കുമാടം കോൾപ്പടവിൽ നീന്താനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 14 പേരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ച് കരക്കെത്തിച്ചു. പട്ടാമ്പി സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകിട്ട് 6:45 സംഭവം. വെള്ളം കയറി അപകടാവസ്ഥയിൽ കിടക്കുന്ന മനക്കുടി പാടശേഖരത്തിൽ കുളിക്കാനെത്തിയതാണ് വിദ്യാർത്ഥികൾ. നിലയില്ലാതെ കിടക്കുന്ന പാടശേഖരത്തിലൂടെ നീന്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളത്തിനടിയിൽ പൊന്തി നിൽക്കുന്ന പുല്ലുകൾ കണ്ട് ബണ്ടാണെന്ന് കരുതി അവിടേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പറയുന്നു. പുല്ലിനടിയിൽ മണ്ണില്ലാത്തതിനാൽ ഒരാൾ മുങ്ങിപ്പോയി. ബാക്കിയുള്ളവർ ഒരു കണക്കിനവിടെ പിടിച്ചുനിന്നു. ഇവർ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. കുട്ടവഞ്ചിയിലാണ് ബണ്ടിൽ കുടുങ്ങിക്കിടന്ന 14 പേരെ കരക്കെത്തിച്ചത്. ഏതാനും മണിക്കൂറിനു ശേഷം കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ചേറ്റുവാഴിമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ കയ്പമംഗലം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കൂരിക്കുഴി കരടിവളവ് സ്വദേശി നെച്ചിപ്പറമ്പിൽ അഷ്റഫിന്റെ മകൻ അൻസിലാണ് മരിച്ചത്. അഴീക്കോട് ബീച്ചിൽ നിന്നും 10 കിലോമീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഴീക്കോട് കോസ്റ്റൽ പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ഇവിടെ എത്തിയ ബന്ധുക്കളാണ് മൃതദേഹം അൻസിലിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ചേറ്റുവ ഹാർബറിലേക്ക് വന്നിരുന്ന വള്ളം അഴിമുഖത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിൽ അൻസിലിനൊപ്പമുണ്ടായിരുന്ന മറ്റു 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,150 രൂപ, പവന് 73,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മേഖലയിൽ വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. നിരന്തര പരാതികളുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രമേശിനെ അടിയന്തരമായി സ്ഥലം മാറ്റി. തൃശൂർ റൂറൽ എസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച നീതി മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു.
ചിറക്കൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടിക MLA CC മുകുന്ദൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.